ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഓഫീസർമാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാധീനം തുടർന്നാൽ ഉറപ്പായും പേര് പറയുമെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ പലതും തുറന്നു പറയുമെന്ന് CPIMന് പേടിയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ച് UDF എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തിയാണ് മന്ത്രിയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടി സ്വീകരിച്ചാൽ നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് MV ഗോവിന്ദൻ ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്. ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് UDFനുള്ളത്. പിന്നെ കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങയുടെ ഇരുവശത്ത് നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.